ടെമ്പററി ഷെഡാണ്, തീ പിടിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. പെട്രോളിയം ഓയിൽ മിക്സ് ചെയ്ത ഓയിലാണത്. അതുകൊണ്ടിട്ടാണ് ഈ പുതിയ ഫാക്ടറിക്ക് ഞാൻ കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ ലോണിന് അപേക്ഷ കൊടുത്ത്. ഒരു വില്ലേജ് ഓഫീസർ പേന കൊണ്ട് മാറ്റി വരച്ചത് ഒരു സാധാരണ ഭൂമിയുടെ സ്കെച്ചല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ആയുസിന്റെയും ജീവിതത്തിന്റെയും തലവരയായിരുന്നു. 30 പേർക്ക് സ്ഥിരമായും 30 പേർക്ക് പരോക്ഷമായും തൊഴിലവസരം ഉണ്ടാകുന്ന ഒരു ഫാക്ടറിയാണിത്. അന്ന് തുടങ്ങിയുള്ള പരാതികൾ കൊടുത്തിട്ട് മാറി മാറി വരുന്ന സർക്കാരിന് എനിക്കും കേരള ഫിനാൻസ് കോർപ്പറേഷൻ ലാസ്റ്റ് ഇപ്പോൾ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോൾ 78 വയസ്സായി സാറേ. ഈ സർക്കാർ ഇപ്പം ഈ കൊടുത്തേക്കുന്ന അപേക്ഷയിൽ എനിക്ക് നീതി ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. നമസ്കാരം. കൈക്കൂലി കൊടുക്കാൻ തയ്യാറാകാത്തതിൻ്റെയും അതിനെതിരെ വിജിലൻസിന് പരാതി നൽകിയതിൻ്റെയും പേരിൽ കഴിഞ്ഞ 42 വർഷമായി ഒരു വയോധികൻ സർക്കാർ ഓഫീസുകളുടെയും കോടതികളുടെയും തിണ്ണകൾ കയറിയിറങ്ങുകയാണ്. മുളവുകാട് താന്തോണിത്തുരുത്ത് സ്വദേശിയായ KG ഹരിഹരൻ എന്ന 78-കാരനാണ് നീതി ലഭിക്കാനായി അലയുന്നത്. കഴിഞ്ഞ 42 വർഷത്തിനിടെ KG ഹരിഹരൻ അയച്ച സങ്കട ഹർജികൾക്ക് കയ്യും കണക്കുമില്ല. K കരുണാകരൻ മുതൽ ഇങ്ങോട്ട് കേരളം കണ്ട ഭൂരിഭാഗം മുഖ്യമന്ത്രിമാർക്കും ഈ 78-കാരൻ തൻ്റെ കണ്ണീരെഴുതിയ കത്തുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥ ചുവപ്പ് നടയിൽ കുടുങ്ങിയ ഹരിഹരൻ്റെ ജീവിതത്തിന് ഇന്നും ഒരു പരിഹാരമായിട്ടില്ല. സ്വന്തം മണ്ണിൽ ഒരു ചെറുകിട വ്യവസായം പടുത്തുയർത്തണമെന്ന വലിയ സ്വപ്നമായിരുന്നു ഹരിഹരൻ ഉണ്ടായിരുന്നത്. 1984-ൽ സർക്കാർ അനുവദിച്ച മിച്ചഭൂമിയിൽ ഇന്ത്യൻ കെമിക്കൽസ് എന്ന സെറാമിക് ഓയിൽ നിർമ്മാണ ഫാക്ടറി അദ്ദേഹം ആരംഭിച്ചു. തുടർന്ന് ബാങ്ക് വായ്പയെടുത്ത് ഫാക്ടറി വിപുലീകരിക്കാൻ ശ്രമിച്ചതോടെയാണ് ഹരിഹരൻ്റെ ജീവിതം മാറിമറിഞ്ഞത്. 1978-79 വർഷത്തിൽ എനിക്കും എൻ്റെ അച്ഛനും കൂടി മിച്ചഭൂമി വന്നപ്പോൾ എൻ്റെ കൈവശ ഭൂമി ആയതുകൊണ്ട് അവിടെ പ്ലോട്ട് നമ്പർ 14 എൻ്റെ ഫാക്ടറി ഷെഡ് പഴയത് ഉണ്ടായതുകൊണ്ട് അവിടെ എൻ്റെ പേരിൽ അച്ഛൻ്റെ പേരിൽ 14 നമ്പർ പ്ലോട്ടും ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 13 നമ്പർ പ്ലോട്ട് എൻ്റെ പേരിലും തന്ന്. അങ്ങനെയാണ് ഞങ്ങൾ 40 സെൻറ്റിലും കൂടി 36 തൈ വെച്ച് 40-ലും കൂടി അതൊക്കെ കാണാവുന്നതാണ്. ഈ കാണുന്ന തൈകളൊക്കെ ഞാൻ വെച്ചാണ് അവിടെ. എൻ്റെ നിലവിലുണ്ടായിരുന്ന ഫാക്ടറി ഷെഡ് കനറ ബാങ്ക് 25,000 രൂപ ലോൺ തന്ന് നടത്തിക്കൊണ്ടിരുന്നതാണ്. ടാറ്റ ഓയിൽ മിൽസിൽ നിന്നാണ് ഈ വേസ്റ്റ് ഓയിൽ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. ടൈൽ ഫാക്ടറിക്കുള്ള ഓയിൽ ഇനി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ 100 ചില്ലാനും ടൈൽ ഫാക്ടറിക്കുള്ള ഓയിലിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഫാക്ടറി ഒന്ന് വിപുലീകരിക്കാൻ, അത് ടെമ്പററി ഷെഡാണ്, തീ പിടിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്. പെട്രോളിയം ഓയിൽ മിക്സ് ചെയ്ത ഓയിലാണത്. അതുകൊണ്ടിട്ടാണ് ഈ പുതിയ ഫാക്ടറിക്ക് ഞാൻ കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ ലോണിന് അപേക്ഷ കൊടുത്ത് ഫാക്ടറി ബിൽഡിങ്ങിനും മിഷനറിക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ അവർ എനിക്ക് 83-ൽ 2,50,000 രൂപ പാസ്സാക്കി. അപ്പോൾ 1-2 ലക്ഷം രൂപ ഞാനും മുടക്കി, മൊത്തം 4-5 ലക്ഷം രൂപ മുടക്കിയാണ് ഈ പുതിയ ഫാക്ടറി കെട്ടിടം പണിതതും. AL ജേക്കബ് ആൻഡ് സൺസിൽ അവരാണ് ഈ ഫാക്ടറിയുടെ മേൽക്കൂരയൊക്കെ ഉള്ള റൂഫിൻ്റെ ഒക്കെ പണി ചെയ്ത്. ഓയിൽ സ്റ്റോറേജ് ടാങ്കും അവരുടെയാണ്. അവർക്കാണ് KFC ലോൺ ആ എമൗണ്ട് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് ഈ നിസ്സാര കാശ് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളൂ. ബാക്കി മുഴുവനും മിഷനറിക്കും മറ്റേ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അവരാണ് ചെയ്തേക്കണം. അങ്ങനെ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇത് ഉൽപ്പാദനം തുടങ്ങുന്ന ടൈമിൽ 10-30 പേർക്ക് സ്ഥിരമായും 30 പേർക്ക് പരോക്ഷമായും തൊഴിലവസരം ഉണ്ടാകുന്ന ഒരു ഫാക്ടറിയാണിത്. ഭൂമിയുടെ സ്കെച്ചിനായി സമീപിച്ച ഹരിഹരനോട് അന്ന് വില്ലേജ് ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ടു. എന്നാൽ കൈക്കൂലി നൽകാൻ തയ്യാറാകാതിരുന്ന ഹരിഹരൻ ഉദ്യോഗസ്ഥരെതിരെ വിജിലൻസിൽ പരാതി നൽകി അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇതാണ് ഉദ്യോഗസ്ഥരെ ചൊടിപ്പിച്ചത്. പ്രതികാര ബുദ്ധിയോടെ വില്ലേജ് ഓഫീസർ ഭൂമിയുടെ സ്കെച്ച് മാറ്റിവരച്ചു. ഹരിഹരൻ്റെയും തൊട്ടടുത്ത പ്ലോട്ടിൻ്റെ അതിരുകൾ പരസ്പരം മാറ്റിയായിരുന്നു ആ കടുംവെട്ട്. സ്കെച്ച് മാറിയതോടെ ഭൂമി സംബന്ധിച്ച് വലിയ തർക്കമായി, കേസായി. അതോടെ ഫാക്ടറിയുടെ പ്രവർത്തനം പൂർണ്ണമായും തകർന്നു. ആ ഫാക്ടറിയാണ് ഇവിടെ ഈ വില്ലേജ് ഓഫീസർ കൈക്കൂലിയും വാങ്ങി, ശങ്കുകൃഷ്ണൻ്റെ കൈക്കൂലിയും വാങ്ങി പ്ലോട്ട് നമ്പർ മാറ്റി കൊടുത്ത് ഭൂമിയുടെ 24 നമ്പർ പ്ലോട്ട് ശങ്കുകൃഷ്ണൻ്റെ 14 ആണ് അയാളുടെ മകൾക്ക് എഴുതി വെച്ച് മകളെ കൊണ്ട് കേസ് പിടിപ്പിച്ചത്. റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ വൈരാഗ്യമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ
ലാസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പ്ലോട്ട് നമ്പർ 24 ശംഖുകൃഷ്ണൻ്റെ ഭൂമി അവിടെ അപ്പുറത്തായിരുന്നു. അത് ചതുപ്പ് ഭൂമിയായിരുന്നു. അത് ഈ അച്ഛൻ്റെ 14 നമ്പർ പ്ലോട്ടാക്കി തിരുത്തി, എൻ്റെ ഇൻഡസ്ട്രി ഷെഡ് ഉള്ളത് ഉൾപ്പെടെ. അങ്ങനെ തിരുത്തിയാണ് ഇവരുടെ ഈ അയാളുടെ മകളുടെ തങ്കമ്മയുടെ പേരിൽ ഈ ഭൂമി ഇഷ്ടദാനമായിട്ട് എഴുതിയും വെച്ച് 20 സെൻറ്റ്. അങ്ങനെയാണ് തങ്കമ്മേനെ കൊണ്ട് കേസ് കൊടുത്ത് ഞങ്ങളുടെ ഭൂമി 2 സെൻറ്റ് കയറി 2.25 സെൻറ്റ് കയറി വീട് വെച്ചെന്നൊക്കെ കെട്ടിടം പണിതേക്കണമെന്ന് പറഞ്ഞു. നിലവിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ്. നീതി ലഭിക്കുമെന്നാണ് വിശ്വാസമെന്നും ഹരിഹരൻ പറയുന്നു. അന്ന് തുടങ്ങിയുള്ള പരാതികൾ കൊടുത്തിട്ട് മാറി മാറി വരുന്ന സർക്കാരിന് എനിക്കും കേരള ഫിനാൻസ് കോർപ്പറേഷനൊക്കെ ലാസ്റ്റ് ഇപ്പോൾ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് CBI അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊക്കെയാണ് 2 കോടി നഷ്ടപരിഹാരമായിട്ട് തരണമെന്നൊക്കെ പറഞ്ഞാണ് ഈ അപേക്ഷകൾ മാറി മാറി വരുന്ന സർക്കാരിന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ സർക്കാർ റിപ്പോർട്ട് ചോദിക്കുമ്പോഴെല്ലാം ഈ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പോലീസും. ശരി, അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇതുവരെ 10-40 കൊല്ലമായിട്ട് നീതി കിട്ടാതെ വന്നിട്ടുള്ളത്. വീണ്ടും ഞാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർക്ക് 2024 8/8/2024 ഒരു അപേക്ഷ കൊടുത്ത് അത് പെൻഡിങ്ങിലാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, വ്യവസായ മന്ത്രി തുടങ്ങിയുള്ളവർക്ക് ഇപ്പോൾ ഒരു 2 മാസമായിട്ടുള്ളൂ ഞാൻ അപേക്ഷ കൊടുത്ത്. ഇതാണ് സ്ഥിതി. പരിഹാരം കാണുമെന്നുള്ള വിശ്വാസത്തിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങളായി തെളിവുകളുണ്ട് സാറേ, ഇതിനൊക്കെ തെളിവുണ്ട്. ഈ നിലവിലുണ്ടായിരുന്ന ഫാക്ടറി അവിടെ ഉണ്ടായിരുന്ന തെളിവുണ്ട്. ഈ ഫാക്ടറി തുടങ്ങിയത് നല്ലൊരു വ്യവസായമാണ്. കാരണം ഈ ടൈൽ ഫാക്ടറിക്കുള്ള മോൾഡ് ഓയിൽസാണ്. ഇത് അധികം കോമ്പറ്റീഷൻ ഇല്ല സാറേ. അതുകൊണ്ടിട്ടാണ് എനിക്ക് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ അനുവദിച്ചതും ഈ ഫാക്ടറിക്ക് ലോൺ അനുവദിച്ചിട്ടുള്ളതും. കേരള ഫിനാൻസ് കോർപ്പറേഷനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്ത്. കാരണം ഈ രാജ്യത്ത് ഒരു വ്യവസായവും ഒരു വികസനവും ഇല്ലാതെ കിടക്കുന്ന സ്ഥലമാണത്. കാരണം ഞാൻ വരുമ്പോഴത്തേക്ക് തുടങ്ങുമ്പോൾ ഒരു 100-100 ചില്ലാനും വീടുകളുണ്ട്. എല്ലാ മത്സ്യത്തൊഴിലാളികളും തൊഴിലില്ലാത്തവരും ഒക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ തൊഴിലില്ലായ്മയും പട്ടിണിയും അനുഭവിച്ച ആളെന്നുള്ള രീതിയിലാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. അത് ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചില രാഷ്ട്രീയക്കാരും ഇടപെട്ട് നശിപ്പിച്ച് ഇതാണ് സംഭവം. എനിക്കിപ്പോൾ 78 വയസ്സായി സാറേ. ഈ സർക്കാർ ഇപ്പോൾ ഈ കൊടുത്തേക്കുന്ന അപേക്ഷയിൽ എനിക്ക് നീതി ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഞാൻ കാത്തിരിക്കുന്നത്. ബാങ്കിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടയ്ക്കാനാകാതെ കടം പെരുകി. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത തലയിലായ ഹരിഹരന്റെ ഇന്നത്തെ ഏക വരുമാനം സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ മാത്രമാണ്. ഒരു വില്ലേജ് ഓഫീസർ പേന കൊണ്ട് മാറ്റിവരച്ചത് ഒരു സാധാരണ ഭൂമിയുടെ സ്കെച്ചല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ആയുസിന്റെയും ജീവിതത്തിന്റെയും തലവരെയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ പകയും കൈക്കൂലി മോഹവും എങ്ങനെ ഒരു സാധാരണക്കാരന്റെ ജീവിതം തകർക്കുമെന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവാണ് താന്തോണിത്തുരുത്തിലെ KG ഹരിഹരന്റേത്. ഈ സങ്കടത്തിന് മുന്നിൽ ഇനിയെങ്കിലും നമ്മുടെ ഭരണകൂടത്തിന്റെ കണ്ണുകൾ തുറക്കുമോ? കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.